മലയാളത്തിലെ മുൻനിര സംവിധായകരിൽ ഒരാളാണ് പ്രിയദർശൻ. പ്രിയദർശൻ സിനിമകൾ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു യുഗം തന്നെയുണ്ടായിരുന്നു. അതൊന്നും മലയാളിക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഒരു കാലത്ത് ബോളിവുഡിലും പ്രിയദർശൻ അദ്ദേഹത്തിന്റെ ഫിലിം മേക്കിംഗ് കഴിവ് തെളിയിച്ചു. എത്രയെത്ര ഹിറ്റ് ചിത്രങ്ങളാണ് ബോളിവുഡിൽ പ്രിയദർശൻ സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ സ്ഥിരമായി നായികാവേശത്തിലെത്തിയ നടി ലിസിയെയാണ് പ്രിയദർശൻ പിന്നീട് ജീവിത പങ്കാളിയായി സ്വീകരിച്ചതും. എന്നാൽ 20 വർഷത്തോളം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം ഈ അടുത്ത കാലത്താണ് പ്രിയദർശനും ലിസിയും അവസാനിപ്പിക്കുന്നത്. വിവാഹമോചനം നേടിയെങ്കിലും അവർ തമ്മിലുള്ള സൗഹൃദം ഇന്നും അതേപടി നിലനിന്നു പോരുന്നു. സമൂഹമാധ്യമങ്ങളിൽ ഇരുവരും പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. വിവാഹം കഴിഞ്ഞതിനു ശേഷം ലിസി അഭിനയരംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഇരുവരുടെയും ജീവിതത്തിൽ സംഭവിച്ച അധികം ആരും അറിയാത്ത ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ആലപ്പി അഷ്റഫ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. സിനിമയോടുള്ള അഭിനിവേശവുമായി മദ്രാസിലെത്തിയതിനു ശേഷമുള്ള പ്രിയദർശന്റെ ചില അനുഭവങ്ങളെക്കുറിച്ചും പിന്നീട് വലിയ സംവിധായകനായി മാറിയപ്പോൾ അദ്ദേഹം നടത്തിയ കുഞ്ഞു കുഞ്ഞു പ്രതികാരത്തെക്കുറിച്ചുമാണ് ആലപ്പി അഷ്റഫ് സംസാരിക്കുന്നത്. ആലപ്പി അഷ്റഫിന്റെ വാക്കുകളിലേക്ക് പോകാം. ഒരു കാലത്ത് തമിഴ് സിനിമയെ അടക്കി വാണിരുന്ന സംവിധായകനായിരുന്നു GV വെങ്കടേഷ്. അദ്ദേഹത്തിന്റെ കമ്പനിയാണ് GV ഫിലിംസ്. പ്രമുഖ സംവിധായകൻ മണിരത്നത്തിന്റെ ജ്യേഷ്ഠ സഹോദരനുമാണ് ഇദ്ദേഹം. സിനിമാക്കാർക്കിടയിൽ സത്യസന്ധതയും നന്മയുമൊക്കെയുള്ള നിർമ്മാതാവായിരുന്നു GV. മദ്രാസിൽ കോടമ്പക്കത്തിനടുത്ത് അദ്ദേഹത്തിനൊരു പ്രിവ്യൂ ഷോ കളിക്കുന്ന തിയേറ്റർ ഉണ്ടായിരുന്നു. ഗുഡ് ലക്ക് എന്നായിരുന്നു അതിന്റെ പേര്. അന്നൊക്കെ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നടന്മാർ കുടുംബവുമായി വന്ന് ഇവിടെയാണ് സിനിമ കണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രജനീകാന്തും കുടുംബവും സിനിമ കാണാൻ അവിടെ എത്തി. ആൾക്കൂട്ടത്തിനിടയിൽ അവരിൽ ഒരാളായി ഒരു പയ്യനും തിയേറ്ററിനുള്ളിലേക്ക് കടന്നുകൂടി. അങ്ങനെ പല താരങ്ങളോടൊപ്പം പ്രിവ്യൂ കാണുന്നത് അയാളൊരു ശീലമാക്കി മാറ്റി. തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സിനിമ കാണണമെന്ന ആഗ്രഹമായിരുന്നു അതിന്റെ പിന്നിൽ. മാത്രമല്ല, ആ തിയേറ്ററിൽ കല്യാണം എന്നൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നു. വീരപ്പനെ പോലെ മീശയൊക്കെ വെച്ചൊരാൾ. ഒരിക്കൽ സെക്യൂരിറ്റിക്കാരന് സംശയം തോന്നി പയ്യനെ ചോദ്യം ചെയ്തു. അയാളൊരു മലയാളിയാണെന്ന് സെക്യൂരിറ്റിക്ക് മനസ്സിലായി. പേര് ചോദിച്ചപ്പോൾ പ്രിയദർശൻ എന്ന് പറഞ്ഞു. നീ ഒരിക്കലും അവിടെ കണ്ടുപോകരുതെന്നും സെക്യൂരിറ്റി താക്കീത് നൽകി. പിന്നീട് വെങ്കടേഷ് പൂർണ്ണമായും തകരുകയും ആത്മഹത്യ ചെയ്യുകയും ഉണ്ടായി. അപ്പോഴേക്കും പ്രിയദർശൻ ഒരു വലിയ സംവിധായകനും ശതകോടീശ്വരനുമായി മാറിയിരുന്നു. ഇന്ന് ആ തിയേറ്റർ വാങ്ങിയത് മറ്റാരുമല്ല, പ്രിയദർശൻ തന്നെയാണ്. തുടർന്ന് ജീവനക്കാരനായ കല്യാണത്തെക്കുറിച്ചുള്ള പ്രിയന്റെ അന്വേഷണം ആരംഭിച്ചു. ആ ദിവസം കല്യാണമെന്ന സെക്യൂരിറ്റി ചെയ്തത് തന്റെ ജോലിയാണെന്ന് പ്രിയന് ബോധ്യമുണ്ട്. സ്വന്തം ഗ്രാമത്തിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന കല്യാണത്തിന് മുമ്പത്തേക്കാൾ ഉയർന്ന സ്ഥാനത്ത് ഒരു ജോലി നൽകി പ്രിയനൊരു മധുര പ്രതികാരം ചെയ്തിരുന്നു. പ്രിയദർശനുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് ലിസി ഈ തിയേറ്റർ സ്വന്തമാക്കിയത്. ആദ്യം ചെയ്തത് അതിന്റെ പേര് മാറ്റുക എന്നതായിരുന്നു. ഒരിക്കൽ അവിടെ സൗകര്യങ്ങൾ കുറവാണെന്ന് റസൂൽ പൂക്കുട്ടി പറഞ്ഞപ്പോൾ ലിസി അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. പിന്നെ ആവശ്യാനുസരണം നല്ലൊരു സ്റ്റുഡിയോ പണിയാൻ പറഞ്ഞു. അങ്ങനെ ലിസിയുടെ ആഗ്രഹപ്രകാരം പുതിയ റെക്കോർഡിനായി ഒരു സ്റ്റുഡിയോ അവിടെ നിർമ്മിച്ചു. അതും അത്യാധുനിക സൗകര്യങ്ങളോടെ. റസൂൽ പൂക്കുട്ടിയോട് ലിസി അവിടെ സിനിമകൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം അവിടെ ചെയ്ത ചിത്രങ്ങൾ പാർത്ഥിപന്റെ ഒറ്റസെറപ്പ്, സൈസ് 7ഉം ബ്ലെസിയുടെ ആടുജീവിതവുമായിരുന്നു. രണ്ടും അവാർഡുകൾ നേടി.